وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله
وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു ആ നിലയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഹിജ്റ വർഷം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1447 ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നൽകിയ വലിയ ഒരു നിഅമത്തുണ്ട്. ആ നിഅമത്ത് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം. ഹിജ്റ വർഷം അത് ആരംഭിക്കുന്നത് പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. വഖ്തതമഹാ ബിശഹ്രിൻ ഹറാം. അതുപോലെ തന്നെ ആ ഹിജ്റ വർഷം അവസാനിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഹജ്ജിന്റെ മാസമായ ദുൽഹിജ്ജ, അത് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ പറഞ്ഞ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജയാണ് ഹിജ്റ വർഷത്തിന്റെ അവസാന മാസം. അതാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്, ഇഖ്തതമഹാ ബിശഹ്രിൻ ഹറാം. ആ വർഷം അവസാനിച്ചത് പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. ആ ദുൽഹിജ്ജ കഴിഞ്ഞ് ഇതാ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. അതാണ് ഇഫ്തതഹ അസ്സനത ബിശഹ്രിൽ ഹറാം. ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം. പവിത്രമായ ഒരു മാസം കൊണ്ടാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അത് അല്ലാഹു തന്ന ഒരു നിഅമത്താണ്. പവിത്രമായ മാസങ്ങളെ ആദരിക്കലും അല്ലാഹു പവിത്രമാക്കിയതിനെ പവിത്രമായി കാണലും തഖ്വയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. അല്ലാഹു അവന്റെ ചിഹ്നങ്ങളെ, അവന്റെ ശആഇറുകളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്, ഖൽബിന്റെ തഖ്വയാണത്. അപ്പോൾ ഖൽബിൽ തഖ്വയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഹുർമത്താക്കിയതിനെ, അല്ലാഹു ആദരിച്ചതിനെ അവർ ആദരണീയമായി കാണും. മാത്രമല്ല അല്ലാഹു തഅദീം ചെയ്തതിനെ, ബഹുമാനിച്ചതിനെ അവർ ബഹുമാനിക്കും. അതുകൊണ്ട് മുഹറം എന്ന ഒരു മാസം ഒരു പുതിയ വർഷത്തിന്റെ പുലരിയായി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ഓരോരുത്തരും അതിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കറിയാം ധാരാളം മുസ്ലിമീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരാദിയാണ്, വ്യാധിയാണ്. കാരണം മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ശകുനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അതിന് പറ്റാത്ത ദിനങ്ങളാണ് മുഹറത്തിലെ ആദ്യ ദിനങ്ങൾ എന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ ധാരാളമായി നമ്മുടെ മുന്നിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നെഹ്സിന്റെ മാസമാണ്. പല അറബി കോളേജുകളുടെ കലണ്ടറുകൾ, യതീംഖാനയുടെ കലണ്ടറുകൾ നമ്മുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും നെഹ്സുകൾ എന്ന് പറഞ്ഞിട്ട്. ആ നെഹ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം ദിവസങ്ങൾ നെഹ്സായിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ദിനങ്ങളാണ്, ശകുന ദിനങ്ങളാണ്, ഒരു നല്ല കാര്യവും പാടില്ലാത്ത ദിനങ്ങളാണ്. ഈ രൂപത്തിലെ ഒരു വിശ്വാസം ഈ പവിത്രമായ മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയൊരു സംഘം ആളുകളുടെ ഹൃദയത്തിൽ കടന്നിരിക്കുകയാണ്. അവരങ്ങനെ വിശ്വസിക്കുകയാണ്. ഒരു നല്ല കാര്യവും അവർ ചെയ്യില്ല. വിവാഹം അവർ മാറ്റിവെക്കും, ആ ദിനങ്ങളിൽ നിന്ന് വീടുതാമസം അവർ മാറ്റിവെക്കും, അതുപോലെ ഒരു വാഹനം വാങ്ങൽ മാറ്റിവെക്കും. കാര്യം ഇതിനൊന്നും പറ്റാത്തൊരു ദിവസങ്ങളാണ് ഇത്തരം ദിവസങ്ങൾ എന്ന ഒരു വിശ്വാസം
ആളുകൾ ഹൃദയത്തിൽ കടന്നു കയറുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോത്സ്യന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസം, ജ്യോതിഷം, അതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണത്. ഒരു മുസ്ലിമിന് പാടില്ലാത്ത വിശ്വാസമാണ്. ഒരു മുഅ്മിൻ അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. അത്തരം ഒരു തരത്തിലൊരു ചിന്തയും ഒരു മുഅ്മിനിന് പാടില്ല. ഒരു വിശ്വാസിയുടെ നിലപാട് സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് അവൻ ചിലപ്പോൾ കരുതും അവന് മോശമാണ് എന്ന്, പക്ഷെ അത് അവന് നല്ലതായിരിക്കും. ചിലത് വിചാരിക്കും നല്ലതാണ് സംഭവിക്കുന്നത് എന്ന്, അത് മോശമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വിമാന അപകടമുണ്ടായ ഘട്ടത്തിൽ ഒരാൾ ലേറ്റായി പോയി. അയാൾക്ക് ആ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ താമസിച്ചു പോയ ആൾ, ആ ഫ്ലൈറ്റ് മിസ്സായി. ആ സെക്കൻഡുകളിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും, വലിയ നഷ്ടമായി പോയല്ലോ, സാമ്പത്തിക നഷ്ടം വന്നു പോയല്ലോ, ഫ്ലൈറ്റ് മിസ്സായി പോയല്ലോ എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം ധരിച്ചത്. പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ അതൊരു തീഗോളമായി മാറി. കരിഞ്ഞു ചാമ്പലായതിലുള്ള മനുഷ്യർ നിലത്തേക്ക് വീണ വാർത്ത അദ്ദേഹം കാണുകയാണ്. ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ആ ഫ്ലൈറ്റ് മിസ്സായി പോയത് അനുഗ്രഹമായല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് മോശമായി തോന്നും, പക്ഷെ അത് നമുക്ക് ഹൈറാകാം. ചിലപ്പോൾ നല്ലതായി തോന്നും, അത് നമുക്ക് ഷർറാകാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അവൻ വിശ്വസിക്കേണ്ടത് സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുൽ, നീ പറയണം, പ്രഖ്യാപിക്കണം, എന്ത്? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ എന്നിലൊന്നും സംഭവിക്കില്ല. എന്തൊരു ആശ്വാസമാണത്, എന്തൊരു സമാധാനമാണത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണത്. പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടതകളിൽ, രോഗങ്ങളിൽ, അതുപോലെ തന്നെ ഒരുപാട് വ്യാധികളിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണത്. അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ എന്നിലൊന്നും സംഭവിക്കുകയില്ല. ഹുവ മൗലാന, ആ റബ്ബാണ് എന്റെ മൗല, അവനാണ് എന്റെ മൗല, അവനാണ് എന്റെ രക്ഷാധികാരി, അവനാണ് എന്റെ മേൽ ആധിപത്യമുള്ളവൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കട്ടെ. കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്ക്, തവക്കുലാക്ക്. അല്ലാഹുവിനെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഏതെങ്കിലും ഒരു കാര്യം നീ തീരുമാനിച്ചാൽ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്ക്, റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോ. ഇതാണ് ദീനിന്റെ നിലപാട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ താമസിക്കുന്നവർ, ആ വീടിനെന്തോ ശകുനപ്പുഴയുണ്ട്, അടുക്കളക്കെന്തോ ശകുനപ്പുഴയുണ്ട്, കിണറിനെന്തോ ശകുനപ്പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇത്തരം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് തആല പറഞ്ഞത്, ഖുദ്സിയായ ഹദീസിൽ വന്നത്, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്നെ പഴിക്കുകയാണ്. ആരായി പറയുന്നത്? റബ്ബുൽ ആലമീനായ അല്ലാഹയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യുദീനി ഇബ്നു ആദം, ആദം മക്കൾ എന്നെ പഴിക്കുകയാണ്, എന്നെ ചീത്ത വിളിക്കുകയാണ്. യസുബ്ബുദ്ദഹർ, അവർ കാലത്തെ പഴിക്കുന്നു, കാലത്തെ ചീത്ത വിളിക്കുന്നു. വഅനദ്ദഹർ, അല്ലാഹു പറയാണ്, ഞാനാണ് കാലം. വഅനദ്ദഹർ, ഞാനാണ് കാലം. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് എല്ലാ കൽപ്പനാധികാരവും ഉള്ളത്, ഞാനാണ് കൽപ്പിക്കുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാപ്പകലുകളെ മാറ്റുന്നത് ഞാനാണ്. ആ കാലത്തെ നോക്കി, സമയത്തെ നോക്കി പഴിക്കുന്നവർ അവരെന്നെ പഴിക്കുകയാണ് എന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട്, പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് സമ്മതിച്ചു തരില്ല. അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിതത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല. നേരെ മറിച്ച് വ്യാഖ്യാനങ്ങൾ നോക്കുകയാണ്, നഹ്സിന് എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. എന്ന് മാത്രമല്ല, ചില ആളുകൾ നഹ്സ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ ഓതിത്തരും. 2 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഈ വാക്ക് പരാമർശിച്ചുകൊണ്ട് വരുന്നുണ്ട്. നഹ്സ്, നഹ്സാത്ത് എന്നീ 2 വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. ഒന്ന് സൂറത്തുൽ ഫുസ്സിലത്തിലെ 16-ാമത്തെ ആയത്താണ്, മറ്റൊന്ന് സൂറത്തുൽ ഖമറിലെ 19-ാമത്തെ ആയത്താണ്. ഈ 2 ആയത്തുകളും അല്ലാഹ് എന്താ പറയുന്നത്? فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇങ്ങനെയാണ്. അഥവാ
നമ്മളെക്കാൾ വലിയ ഗണഗംഭീരന്മാരായ മനുഷ്യർ, അതേ ആചാരബാഹുക്കളായ മനുഷ്യർ, ആദു സമൂഹം, ഖുർആൻ പറഞ്ഞത് അവരെ പോലെ ഒരു ജനത ലോകത്തുണ്ടായിട്ടില്ല എന്നാണ്. അത്ര കരുത്തന്മാരായ ബുദ്ധിമാന്മാരായ ആദ് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മൾ പറയേണ്ട ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവൊക്കെ നമ്മെ ആരും തോൽപ്പിക്കാനില്ല എന്നൊക്കെ പറയുന്നില്ലേ, ഇതുപോലെ വലിയ മേന്മ നടിച്ചിരുന്ന വലിയ മനുഷ്യരായിരുന്നു ഈ ആദു സമൂഹം. ആ ആദു സമൂഹത്തെ ഭൂമി ലോകത്ത് നിന്ന് അല്ലാഹു വലിയ കാറ്റ് അവരിലേക്ക് നിയോഗിച്ചുകൊണ്ട്, നിരന്തരമായി അടിച്ചു വീഴ്ചുന്ന കാറ്റ് അവരിലേക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തുടച്ചു നീക്കി കഥ പറയുകയാണ്. അത് അറബ് പറഞ്ഞത് ഫർസൽനാ അലൈഹിം റീഹൻ സർസറാ, അവരിലേക്ക് തുരുതുരാ ശക്തമായ കാറ്റുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടു. എപ്പോ? ഫി അയ്യാമിൻ നഹ്സാത്ത്, നഹ്സാത്തിന്റെ ദിനങ്ങളിൽ. ലിനുദീഖഹും അദാബൽ ഖുസി ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ലോകത്ത് അവർക്ക് നിന്ദയുടെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി, ദുനിയാവിൽ തന്നെ ഈ റബ്ബിന്റെ ശിക്ഷ കിട്ടിയവരാണെന്ന നിന്ദത അവർക്ക് നൽകാൻ വേണ്ടി. വലഅദാബുൽ ആഖിറത്തി അഖ്സാ, നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന ശിക്ഷയാകട്ടെ ഇതിനേക്കാൾ മോശമായ മ്ലേച്ഛമായ ശിക്ഷയാണ് ഇനി അവർക്ക് വരാനുള്ളത്. വഹും ലാ യുൻസറൂൻ, ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് ലഭിച്ചില്ല, അത്തരമൊരു സഹായം അവർക്ക് ലഭിക്കുകയുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അവിടെ അല്ലാഹു പ്രയോഗിച്ചു അയ്യാമിൻ നഹ്സാത്ത് എന്ന്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു ഇതേ കാര്യം തന്നെ ഇവരെ കുറിച്ച് തന്നെ പറഞ്ഞു. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറാ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. അല്ലാഹു പറയാണ് നിരന്തരമായി ഫീ യൗമി നഹ്സിൻ, നഹ്സിന്റെ ദിവസത്തിൽ നിരന്തരമായ കാറ്റ് അല്ലാഹു അവരിലേക്ക് അയച്ചു. ഈ രണ്ടായത്തുകൾ ഖുർആൻ വന്നപ്പോ ചില ആളുകൾ പറഞ്ഞു കേട്ടോ, നഹ്സ് എന്ന് ഖുർആൻ തന്നെ പറയുന്നില്ലേ, അപ്പൊ നഹ്സ് ഉണ്ടല്ലോ, നഹ്സ് ഉണ്ടെന്നല്ലേ ഖുർആൻ പറയുന്നത്, അയ്യാമുൻ നഹ്സാത്ത് എന്ന് പറഞ്ഞാൽ നഹ്സിന്റെ ദിവസങ്ങൾ എന്നല്ലേ എന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കുകയും, അതുകൊണ്ട് നഹ്സുണ്ട്, നഹ്സ് നോക്കാൻ വരൂ, അല്ലെങ്കിൽ ഇന്ന തങ്ങടുക്കൽ വന്ന് നഹ്സ് നോക്കൂ, അതല്ലെങ്കിൽ ഇന്ന ആടുക്കൽ വന്നിട്ട് നഹ്സ് ഏത് നല്ല സമയം കുറിക്കൂ. അങ്ങനെ ഒരു സംഘം ആളുകൾ നഹ്സ് പറയാനും അതുപോലെ തന്നെ നല്ല കാലം ഗുണിച്ചു കൊടുക്കാനും ഗണിച്ചു പറയാനും പാൽക്കിതാബ് നോക്കാനും അതുപോലെ അസ്മാഉൽ കിതാബ് പരിശോധിക്കാനും അങ്ങനെ കുറെ ജ്യോത്സ്യന്മാരായി അറബി ജ്യോതിഷികളായി നമ്മുടെ ഇടയിൽ നിരവധി ആളുകൾ ഈ വിശ്വാസരാഹിത്യത്തിൽ അഭിരമിക്കുകയാണ്. എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഖുർആൻ പറഞ്ഞത്? മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ, നമുക്കറിയാം മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവാണ്, ലോകപ്രസിദ്ധനായ ഭുവനപ്രസിദ്ധനായ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന വാചകം വമഅലൂമുൻ അന്നഹു ലം യുരിദ് ബിദാലിക അന്നഹു നഹ്സുൻ അല സ്വാലിഹീൻ. ഒരിക്കലും സ്വാലിഹുകളായ ആളുകൾക്ക് നഹ്സില്ല, സ്വാലിഹുകൾക്ക് നഹ്സില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ബൽ അറാദ അന്നഹു നഹ്സുൻ അലൽ ഫുജ്ജാരി വൽ മുഫ്സിദീൻ. നഹ്സുള്ളത് ഫുജ്ജാറുകൾ, തോന്നിവാസികൾ, മുഫ്സിദുകൾ, ഫാസിദുകൾ, കുഴപ്പക്കാർ, അവർക്കാണ് നഹ്സുള്ളത്. സ്വാലിഹീങ്ങൾക്ക് നഹ്സില്ല എന്നുള്ളത് മഅലൂമാണ്, അറിയപ്പെട്ട കാര്യമാണ്. കമാ കാനത്തിൽ അയ്യാമുൻ നഹ്സാത്തുൽ മദ്കൂറത്തു ഫിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അയ്യാമുൻ നഹ്സാത്ത് എന്ന് പറഞ്ഞില്ലയോ? നഹ്സാത്തിൻ അലൽ കുഫാരി മിൻ ഖൗമി ആദിൻ ലാ അലാ നബിയിഹിം വൽ മുഅ്മിനീന ബിഹി മിൻഹും. അതെ, ആ നഹ്സാത്ത് എന്ന് പറഞ്ഞാൽ അലൽ കുഫാരി മിൻ ഖൗമി ആദ്, ആദ് സമൂഹത്തിലെ കുഫാറുകൾക്കാണ് ഖുർആനിൽ പറഞ്ഞ നഹ്സുള്ളത്. ലാ അലാ നബിയിഹിം, ആദ് സമൂഹത്തിലേക്ക് നബിമാർ വന്നിട്ടുണ്ട്. മാത്രമല്ല വൽ മുഅ്മിനീന ബിഹിം മിൻഹും, ആദ് സമൂഹത്തിൽ നബിമാരുടെ സന്ദേശം സ്വീകരിച്ച മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊന്നും നഹ്സില്ല. നഹ്സുള്ളത് ആർക്കാണ്? കാഫിറുകൾക്കാണ്. നഹ്സുള്ളത് ഫുജ്ജാറുകൾക്കാണ്. നഹ്സുള്ളത് മുഫ്സിദുകൾക്കാണ്, വിശ്വാസികൾക്ക്. സ്വാലിഹുകൾക്ക് അതില്ല. സ്വാലിഹികൾ അങ്ങനെ ഒരു നഹ്സ് പറഞ്ഞു നടക്കുന്ന സമ്പ്രദായമില്ല. ശകുനം നോക്കുന്ന ശകുനിമാരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി. ആരാണ് ഇബ്നു ഹജറുൽ ഹൈതമി? നമ്മുടെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹവും ഭുവനപ്രസിദ്ധ പണ്ഡിതൻ തന്നെയാണ്, ശാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിലെ തുഹ്ഫ എന്ന ആധികാരികമായ ഗ്രന്ഥം രചിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. എന്തിനെ സംബന്ധിച്ച്? അൻ നഹ്സി വസ്സഅദി, ചില നല്ല കാലം, ചില ഗൗളിക കാലം, ചില മോശകാലം, ചില നഹ്സ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അത് യാത്രക്ക് പറ്റുന്ന നല്ല സമയം, അതുപോലെ തന്നെ വീട് താമസം പോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന നല്ല സമയം, ഇങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീഥിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? അതേ,
فأجاب رضي الله عنه من يسأل عن النحس وما بعده لا يجاب إلا باعتراض عنه وتصفيه ما فعله ويبين له قبحه. അദ്ദേഹം വളരെ കൃത്യമായി ശക്തമായിട്ടാണ് പറയുന്നത്, ഏതെങ്കിലും ഒരുത്തൻ നഹ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാ യുജാബു ഇല്ലാ ബിഇഅ്തിറാദി അൻഹു, ഒരിക്കലും അത് പാടില്ല, അവനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടല്ലാതെ മറുപടിയില്ല. ഇത്റാദ് ചെയ്യണം, അവൻ അതിൽ തടഞ്ഞുകൊണ്ട് മറുപടി പറയണം. വതസ്ഫീഹി മാ ഫഅലഹു, അത് ചെയ്യുന്നവൻ സഫീഹാണ്. സഫീഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഡ്ഢി എന്നാണ് അർത്ഥം. അങ്ങനെ ഒരുത്തൻ ഈ പറയുന്ന നഹ്സ് നോക്കുന്നു, ഈ കാലം നോക്കുന്നു, ഈ നല്ല കാലം നോക്കുന്നു, ഗുളിക കാലം നോക്കുന്നു, നഹ്സിന്റെ കാലം നോക്കുന്നു എന്ന് പറഞ്ഞാൽ വതസ്ഫീഹി മാ ഫഅലഹു, അത് ചെയ്യുന്നവൻ സഫീഹാണ്, പരമവിഡ്ഢിയാണ്. വയുബയ്യിനു ലഹു ഖുബ്ഹഹു, അതുപോലെ തന്നെ ആ ചെയ്യുന്നതിന്റെ മ്ലേച്ഛതയും കുബുഹും മോശത്തരവും അവന് വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ജൂതന്റെ പണിയാണോ അത് നഹ്സ് നോക്കുക എന്നുള്ളത്. മിൻ സുന്നത്തിൽ യഹൂദ്, നമ്മൾ പറയില്ലേ ഫലസ്തീൻ പ്രശ്നം പറയുന്നില്ലേ, നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആളുകളെ പറ്റി പറയുന്നില്ലേ, ആ ജൂതന്മാരെ പറ്റി പറയുന്നില്ലേ, സയോണിസ്റ്റുകളെ പറ്റി പറയുന്നില്ലേ, അവനെ കുറിച്ച് ബഹിഷ്കരിക്കണമെന്ന് പറയുന്നില്ലേ, അവന്റെ പാലും അവന്റെ കോളയും അവന്റെ മറ്റു വസ്തുക്കളും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ലേ. എന്നാൽ അതിനേക്കാൾ ആദ്യം വർജിക്കേണ്ടത് അവന്റെ സംസ്കാരമാണ്, അവന്റെ മാർഗമാണ്, അവന്റെ സുന്നത്താണ്. അവരുടെ യഹൂദികളുടെ സുന്നത്തിൽപ്പെട്ടതാണ് നഹ്സ് നോക്കുക എന്നുള്ളത്. അത്തരം സംഗതികൾ ഈ കാലം നോക്കിയിട്ട് ഈ പറയുന്ന ഏർപ്പാട് ചെയ്യുക എന്നുള്ളത് അത് വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദി, ജൂതന്റെ സുന്നത്താണ്, ജൂതന്റെ മാർഗമാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീന, അത് മുസ്ലിമീങ്ങളുടെ മാർഗമല്ല. എങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ? കാനേശുമാര് മുസ്ലിമീങ്ങളല്ല. OBC-യിൽ പെടാൻ വേണ്ടിയിട്ട് ഞാൻ മുസ്ലിമാണെന്ന് എഴുതി കൊടുക്കുന്ന കാനേശുമാരി കണക്കിലെ മുസ്ലിം അല്ല. നേരെ മറിച്ച് ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം അല്ലദീന ലാ യഹ്സിബൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുൽ തവക്കുലാക്കുന്ന ഖാലിഖായ ബാരിആയ റബ്ബിൽ സർവ്വതും തവക്കുലാക്കുന്ന മുസ്ലിമീങ്ങളുടെ ഏർപ്പാടല്ല അത്, മുഅ്മിനീങ്ങളുടെ ഏർപ്പാടല്ല അത്. അപ്പൊ ചില ആളുകൾ കൊണ്ടുവരും, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുണ്ടല്ലോ, തഫ്സീർ മുനാബിയിലുണ്ടല്ലോ, അങ്ങനെ മുനാബിയിൽ തഫ്സീറിൽ വളരെ കൃത്യമായി അലി ഇബ്നു അബീ ത്വാലിബിനെ തൊട്ട് അങ്ങനെ ഉണ്ട്, നല്ല കാലമുണ്ട് മോശക്കാലമുണ്ട്, വലിയൊരു ബൈത്തൊക്കെ കൊണ്ടുവരുമല്ലോ. അതിനും ഇബ്നു ഹജർ ഹൈത്തമി മറുപടി പറഞ്ഞു, വമാ യുൻഖലു മിനൽ അയ്യാമിൽ മൻഖൂതതി വനഹ്വിഹാ അൻ അലി കറമല്ലാഹു വജ്ഹഹു ബാതിലുൻ കദിബുൻ ലാ അസ്ല ലഹു ഫൽയഹ്ദർ മിൻ ദാലിക വല്ലാഹു അഅലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്ന് വന്നു എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. അത് മുഴുവനും കളവാണ്, ബാത്തിലാണ്, കെട്ടിയുണ്ടാക്കിയതാണ്, വ്യാജമാണ്. അതൊന്നും കണ്ട് ആരും വഞ്ചിതനാകരുത്. അത് തഫ്സീറുൽ മുനാവിയിലല്ല, വേറെ എവിടെ കണ്ടാലും അത് കദിബാണ്, ലാ അസ്ല ലഹു, ഒരടിസ്ഥാനവുമില്ല എന്ന് പറയുന്നത് ശാഫി മദ്ഹബിലെ തന്നെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ കാലം മാറി, ആളുകൾക്കിടയിലേക്ക് ഇതൊന്നും, ഈ വിശ്വാസമൊന്നും അത് കൃത്യമായി എത്താതെ, ഈമാനെത്താതെ ഈ ബാത്തിലായ ജ്യോതിഷികളുടെ വിശ്വാസത്തിൽ കുഫ്ർ പേര് ജീവിക്കുന്ന, ഈ യഹൂദിന്റെ സുന്നത്ത് അവരുടെ മാർഗം പേര് സ്വീകരിക്കുന്ന സമൂഹം രൂപപ്പെടുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ ജൂതന്റെ മാർഗത്തിൽ എന്നെ പെടുത്തല്ല അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അത് പ്രാർത്ഥിച്ചിട്ട് ഇപ്പുറത്തോ ആ സംസ്കാരം ഏറ്റുവാങ്ങുന്ന ദുരന്തമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുഹറത്തിന്റെ ആദ്യ ദിനങ്ങൾ തന്നെ ഇത്തരമൊരു നഹ്സായി വന്നത് എന്ന രൂപം, അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം ഉണ്ടായിട്ടുണ്ട് മുഹറത്തിൽ, ഹിജ്റ 61 മുഹറത്തിൽ. കാര്യം അന്നാണ് കർബല സംഭവിക്കുന്നത്. കർബല നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ ബിൻ അലി അടക്കമുള്ള, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രവാചകന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട വലിയൊരു സംഘത്തെ കിരാതമായി കൊല ചെയ്യപ്പെട്ട ദിനമാണത്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു കറുത്ത ഏടാണത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന, നൊമ്പരമുണ്ടാക്കുന്ന ദിനങ്ങളാണത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ കർബലയെ ചൂഷണം ചെയ്തുകൊണ്ട് കൊന്നവൻ തന്നെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവൻ തന്നെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാരപുത്രനായ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിലേക്ക് കൊണ്ടുവന്ന് നിഷ്ഠൂരമായി കൊന്നുതള്ളിയ ആ ശിആക്കൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കണ്ണീരൊഴുക്കി മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നത് അഹ്ലുസുന്നയുടെ ആളുകളാണ്, സ്വഹാബത്താണ് എന്ന് തെറ്റിദ്ധാരണ പരത്തി. യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നത് പച്ച ശിആക്കളാണ്. അദ്ദേഹത്തെ ചതിച്ചു കൊന്നതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ശിആക്കൾ ലോകത്തിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് ആ ചരിത്രത്തിലേക്ക് കയറാൻ സമയമില്ല. വളരെ സവിസ്തരം മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഒരു ചരിത്രമാണത്. ഇന്നും മുസ്ലിം ഉമ്മത്ത് അഹ്ലുസുന്നയുടെ ഇടയിൽ തെറ്റായ ധാരണകൾ ഇട്ടുകൊടുത്ത് സ്വഹാബത്തിനെ തെറി പറയിക്കുന്ന, ചീത്ത പറയിക്കുന്ന ശിആക്കൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. കാരണം അവർ പറയാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നില്ലേ, സ്വഹാബികൾ കൊന്നില്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ കൊണ്ടല്ലേ എന്ന രൂപത്തിലേക്ക്
വളരെ മ്ലേച്ഛമായ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട്. അവർ കരുതിയിരിക്കണം, യഥാർത്ഥത്തിൽ ഒരു സഹാബിയെ ചീത്ത പറഞ്ഞവൻ കാഫിറാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരെ പറഞ്ഞത്. ലിയഗീള ബിഹിമുൽ കുഫാർ, വിശുദ്ധ ഖുർആനിലെ ഒറ്റവാചകം ലിയഗീള ബിഹിമുൽ കുഫാർ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, കാഫിറിനല്ലാതെ പച്ചക്കാഫിറിനല്ലാതെ സ്വഹാബത്തിനോട് ദേഷ്യം വെക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഷിയാക്കൾ പിൽക്കാലഘട്ടത്തിൽ സ്വഹാബത്തിനോട് മുസ്ലിം ഉമ്മത്തിന് ദേഷ്യമുണ്ടാകാൻ വേണ്ടി കർബലയുമായി ബന്ധപ്പെട്ട നിരവധി ഇല്ലാ കഥകളും അതുപോലെ തന്നെ നുണകളും പറഞ്ഞു പരത്തി ഹുസൈൻ റളിയല്ലാഹുവിനെ ചതിച്ചു കൊന്ന്, കിരാതമായി കൊന്ന്, ആ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ അതേ വലിയ കണ്ണീരൊഴുക്കി നെഞ്ചത്തടിച്ച് കീറി കടന്നു വരുന്നു എന്ന രൂപത്തിൽ ആ ദിനങ്ങളെ കറുത്ത ദിനങ്ങളും നെഹസുകളുമായി പ്രഖ്യാപിച്ച് അവസാനം യഹൂദി മാർഗത്തിലേക്ക് എത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഷിയാക്കൾ ഇതുവഴി ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധം മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നൊമ്പരങ്ങളുടെ കഥകളുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ മരണം നമുക്കറിയാം. മുഹമ്മദ് നബിയുടെ നെഞ്ചകം പിളർത്തിയ മരണമാണ് ഹംസ റളിയല്ലാഹുവിന്റെ മരണം. നമുക്കറിയാം ആ വഹ്ശി എങ്ങനെയാണ് എന്റെ ഇളാപ്പയെ നീ കൊന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വഹ്ശിയോട് ചോദിക്കുന്നുണ്ട്. വഹ്ശി മുസ്ലിമായി വന്നതിന് ശേഷം എങ്ങനെയാണ് നീ എന്റെ ആ ഇളാപ്പയെ കൊന്നത്, ഹംസയെ കൊന്നത്? കാരണം റസൂലുള്ളാഹിയുടെ നെഞ്ചിൽ ചേർത്ത് വെച്ച പിതൃതുല്യനായി വെച്ച വ്യക്തിത്വമാണ്. നിഷ്ഠൂരമായ ഉഹുദിന്റെ രണഭൂമിയിൽ ഹംസ റളിയല്ലാഹു കൊന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വഹ്ശി അതിങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിങ്ങി വിങ്ങി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ട് വഹ്ശിയോട് പറയുന്നൊരു വാചകമുണ്ട്, വഹ്ശി നീ എന്റെ മുന്നിൽ വരരുത്, നിന്നെ കാണുമ്പോ എന്റെ ഹംസയെ, എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് ഞാൻ നെഞ്ചിലേറ്റിയ ഹംസയെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹം പിടഞ്ഞു മരിച്ചു വീണ് കിടക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് വഹ്ശി എന്ന് പറയുമ്പോ വഹ്ശിയുടെ കണ്ണ് നനഞ്ഞു പോയില്ലേ? വഹ്ശി ഒരു വാള ഈ രൂപത്തിൽ പ്രവാചകനോട് സംസാരിച്ചില്ലേ? പഴയ വഹ്ശി അല്ല പ്രവാചക അങ്ങയുടെ മുന്നിലുള്ളത്. നേരെ മറിച്ച് ഖേദിച്ച് നൊമ്പരപ്പെടുന്ന വിങ്ങുന്ന ഹൃദയവുമായി വന്നിരിക്കുന്ന വഹ്ശിയാണ്. പഴയ കാട്ടാളനായ വഹ്ശി അല്ല ഞാൻ എന്ന് പറഞ്ഞ് വഹ്ശി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഹ്ശി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നത് വളരെയധികം മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ കഴിയുമെങ്കിൽ ആ വഹ്ശിയുടെ മരണമുണ്ടായി. റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി ഇബ്രാഹിമിന്റെ മരണമുണ്ടായി. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഒഴുകി ആ മയ്യത്ത് കയ്യിൽ പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി മഹ്സൂനും ബിഫറാഖിക യാ ഇബ്രാഹിം, എന്റെ പൊൻ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഉപ്പയുടെ നെഞ്ചു പിളരുന്നുണ്ട്, ഈ നെഞ്ചു വേദനിക്കുന്നുണ്ട് എന്ന് കണ്ണിൽ നിന്ന് കണ്ണീരുറ്റിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ആ കുട്ടി മരിച്ച അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ ആളുകൾ പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, കണ്ടില്ലയോ ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ വേർപെട്ടു പോയ നേരത്ത് വാനം പോലും ദുഃഖിക്കുന്നത് കണ്ടില്ലയോ, സൂര്യൻ പോലും കരയുന്നത് കണ്ടില്ലയോ, ആ സൂര്യന് ഗ്രഹണം ബാധിച്ചത് കണ്ടില്ലയോ എന്ന് റസൂലുള്ളാഹിയുടെ സഹാബത്ത് അതേ പ്രവാചകന്റെ ആ പേരക്കുട്ടിയുടെ മരണത്തിൽ അതിശയോക്തി കലർത്തി വർത്തമാനം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ വിളിച്ചിട്ട് പറഞ്ഞത്, വിളിയടോ, എല്ലാവരെയും പള്ളിയിലേക്ക് വിളി. മഹാനായ ബിലാൽ മുഅദ്ദിൻ ആളുകൾ വിളിച്ചു എന്ന് വിളിച്ച ആളുകൾ എല്ലാവരും പള്ളിയിലേക്ക് ഓടിക്കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിച്ച് പറഞ്ഞ വാചകം എന്താണ്? ഇന്ന ശംസ വൽ ഖമറ ആയതാൻ മിൻ ആയാതില്ലാ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം മാത്രമാണ്. ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ ഒരിക്കലും സൂര്യന് ഗ്രഹണം ബാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സൂര്യന് ഗ്രഹണം ബാധിക്കുന്നത് കണ്ടാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നിസ്കരിക്കണേ എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം എന്താ? ഒരു തെറ്റായ വിശ്വാസം അത് മരണത്തിന്റെ പേരിലാണെങ്കിലും സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. മാത്രമല്ല പ്രവാചക ജീവിതത്തിൽ തന്നെ പ്രവാചകനെ തന്നെ നൊമ്പരപ്പെടുത്തിയ അനവധി മരണങ്ങൾ കഴിഞ്ഞുപോയി. അതിന്റെ പേരിലൊന്നും ഒരു ദുഃഖാചരണം, ഈ രൂപത്തിൽ യൗമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞൊരു ആചരണം, അതിന്റെ പേരിൽ നെഞ്ചത്തടിക്കൽ, അതിന്റെ പേരിൽ നെഹ്സ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു വെക്കണം, മുഹറം ഒരിക്കലും നെഹ്സ് അല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം നിങ്ങൾ നോക്ക്, ശഹ്റുല്ലാഹിൽ മുഹറം, ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം. അറബി അറിയുന്നവർക്കറിയാം, ശഹ്റുല്ലാഹ് അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ അത് തശ്രീഫിന്റെ ഇലാഫത്താണ്.
ആദരിച്ചുകൊണ്ടുള്ള ഇലാഫത്താണ്. ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താമസിക്കുന്ന, നമ്മളെപ്പോലെ കയറി വന്ന് താമസിക്കുന്ന വീടിന് അർത്ഥത്തിലല്ല. നേരെ മറിച്ച് ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ തശ്രീഫിന്റെ ഇലാഫത്താണ്. ആ കെട്ടിടത്തെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ബഹുമാനിക്കുകയാണ്. നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് തശ്രീഫിന്റെ ഇലാഫത്താണ്. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ബഹുമാനിക്കലാണ്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഇബാദുകൾ എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിൽ തശ്രീഫിന്റെ ഇലാഫത്താണ്. ഇതുപോലെ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാണ് മുഹറം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പുതിയൊരു മാസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ ശിർക്ക് കലർന്ന, കുഫ്റ് കലർന്ന, യഹൂദികളുടെ സംസ്കാരം കലർന്ന സർവ്വവിശ്വാസങ്ങളെയും ഹൃദയത്തിൽ നിന്ന് പടിക്ക് പുറത്തിറക്കി നിർത്തിയിട്ട് തികഞ്ഞ തൗഹീദുമായി അള്ളാഹുവിനെ പൂർണ്ണമായി കൽബിലേറ്റിക്കൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി തവക്കുലാക്കിക്കൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിലേക്ക്, മാസങ്ങളിലേക്ക് ഈമാനോടെ തൗബയോടെ കടന്നു വരാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു വർഷം, ഹിജ്റ വർഷത്തിൽ നമുക്ക് പറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുഅ്മിൻ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, പുതിയൊരു ആചാരം സ്റ്റാറ്റസ് ഇടുക എന്ന് വെച്ചാൽ പുതിയ ഒരു വർഷം പുലരുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഹാപ്പി ന്യൂ ഇയർ, മുഹറം എന്നൊക്കെ പറഞ്ഞ് പുതിയ രൂപത്തിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുകയാണ്. എന്ന് വെച്ചാൽ വലിയ സന്തോഷ പ്രകടനം നമ്മൾ നടത്തുകയാണ്. ഇല്ലാത്ത ആചാരങ്ങളെ പുതിയതായി നമ്മൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ പാശ്ചാത്യം ചെയ്യുന്നത് അതൊക്കെ അനുകരിക്കണം എന്നൊരു വാശിയുള്ളത് പോലെയാണ് ഉമ്മത്തിന്റെ അവസ്ഥ. വളരെ പ്രമുഖരെന്ന് പറയുന്ന ആളുകളും വലിയ വലിയ മൗലവിമാരും അതുപോലെ വലിയ വലിയ സംഘടനാ നേതാക്കളും അടക്കമുള്ള ആളുകൾ ഹാപ്പി മുഹറം, ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ട് ആളുകൾക്ക് ഒരു പുതിയ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് ഈ സംസ്കാരം പഠിപ്പിച്ചത്? ഇത്തരം ഈ യഹൂദ നസ്രാക്കൾ, പാശ്ചാത്യ ലോകം എന്ത് ചെയ്യുന്നു അത് അങ്ങനെ തന്നെ പോയിട്ട് അനുകരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മിലേക്ക് കടന്നു വരികയാണ്. എന്നാണ് ഈ ഉമ്മത്ത് പഠിക്കുക? എന്നാ നമ്മളിത് തിരിച്ചറിയുക? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആലോചനയുടെ സമയമാണ്. കാരണം എന്ന് വെച്ചാൽ അവന്റെ ഹിസാബിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതാ അംറുള്ള, അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, വന്നു എന്നാ പറഞ്ഞത്. പ്രയോഗം തന്നെ ഇനി ഒരുപാട് കാലമില്ലടോ വിചാരണക്ക്. നമ്മുടെ ഏടുകളും നമ്മുടെ ദിനങ്ങളും എടുത്ത് വിചാരണ ചെയ്യുന്ന ദിവസത്തിന് ഒരുപാട് കാലതാമസമില്ല. ലോകാവസാനം അടുത്തു. ഖുർആൻ പറഞ്ഞു അടുത്തു, അഖറബാൻ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. എന്താ അവർ ഗഫ്ലത്തിലാണ്, ഇതൊന്നും അവർക്ക് ശ്രദ്ധയില്ല. അവർ മാക്സിമം ഒരു ദിവസം എങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ്. അതാണ് പുതിയ ആലോചന. എല്ലായിടത്തും നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യണം, ആനന്ദിക്കണം. സ്കൂളുകളിൽ പോലും സൂംബ ഡാൻസ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന ആരാന്നറിയോ? ഈ ഉമ്മത്തിലെ ടീച്ചേഴ്സുകളാണ്. തട്ടമിട്ട ടീച്ചേഴ്സുകൾ സൂംബ ഡാൻസ് കളിക്കാൻ. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്ത് അനാശാസ്യവും എന്ത് ഈ പറയുന്ന ദീനീ വിരുദ്ധമായ സംഗതികളും അതുപോലെ തന്നെ ദുനിയാപ്രേമവും കടന്നു വന്നു അത് ആദ്യം ആവാഹിക്കുന്ന ഒരു സമൂഹമായി മാറി. നമ്മുടെ കൽബിൽ നിന്ന് വിചാരങ്ങളും വിചാരണയുടെ നാളും എടുത്തു മാറ്റപ്പെട്ടു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തരത്തിലും ആനന്ദിക്കാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ളവരോ അല്ലെങ്കിൽ ചിന്തിച്ചാൽ അങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് എന്റർടൈൻമെന്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരോ അല്ല. വമൽ മർഉ ഇല്ലാ റാഖിബുൻ ദഹറ ഉംരിഹി അലാ സഫരി യുഫ്നീഹി ബിൽ യൗമി വശഹരി. ഓരോ ദിവസവും കഴിയുന്തോറും, ഓരോ ദിവസവും തീരുന്തോറും നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഫ്യൂല് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്യൂവൽ ഉണ്ടല്ലോ, ആയുസാകുന്ന വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന നമ്മുടെ ഫ്യൂവൽ, നമ്മുടെ ഇന്ധനം, അതിങ്ങനെ ഓരോ ദിവസവും ഓരോ മാസവും കഴിയുന്തോറും അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാവും ഓരോ പകലും ഇങ്ങനെ ജീവിക്കുമ്പോ, ഒന്നിങ്ങനെ പോകുമ്പോ, അത് തീരുമ്പോ ദുനിയാവിൽ നിന്ന് അകന്ന് ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് എന്ത് സമ്പാദിച്ചെന്ന് ചിന്തിക്ക്.
ഖബറിൽ കിടക്കുമ്പോൾ എന്തുണ്ടെന്ന് ചിന്തിക്ക്. ഇന്ന് ചിലപ്പോൾ നിനക്ക് ജീവിക്കാനുണ്ടാവാം, നിന്റെ തലമുറക്ക് ജീവിക്കാനുണ്ടാകാം, 10 തലമുറക്ക് തന്നെ നീ സമ്പാദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് അതില്ലാതായി ഖബറിൽ പോയി കിടക്കുമ്പോ, ഒറ്റക്ക് കിടക്കുമ്പോ, ഇരുളിൽ കിടക്കുമ്പോ, ആ പുഴുക്കളുടെ ലോകത്ത് ജീവിക്കുമ്പോ, നാളേക്ക് എന്തുണ്ട് എന്ന് നീ ചിന്തിച്ചുകൊള്ളുക. എന്ത് സമ്പാദിച്ചു ചിന്തിച്ചുകൊള്ളുക. ഇന്നലകളൊന്നും അത്ര നല്ലതല്ല, കഴിഞ്ഞുപോയ രാത്രികളും പകലുകളൊന്നും അത്ര നല്ലതല്ല, പറഞ്ഞ വാക്കുകൾ അത്ര നല്ലതല്ല, ചിന്തിച്ച ചിന്തകൾ അത്ര നല്ലതല്ല, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അത്ര നല്ലതല്ല. പക്ഷേ ഒരു കൊല്ലം കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തരികയാണ്. ഒരു പുതിയ വർഷം കൂടി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരികയാണ്. അതുകൊണ്ട് അതെ, ഒരു പക്ഷേ ഈ കിട്ടിയ വർഷം അത് പൂർത്തിയാക്കോ അറിയില്ല. ഈ ഒരു കൊല്ലത്തിൽ ഈ 1447 പൂർത്തിയാക്കി അടുത്ത ദുൽഹിജ്ജയിൽ ഇതുപോലെ ഇവിടെ വന്നിരിക്കോ ഒരാൾക്കും അറിയില്ല, ഒരു വല്യാപ്പക്കും അറിയില്ല, ഒരു ചെറുപ്പക്കാരനും അറിയില്ല, ഒരാണിനും അറിയില്ല, ഒരു പെണ്ണിനും അറിയില്ല. അടുത്ത ദുൽഹിജ്ജയിൽ ഉണ്ടാകുമോ ഇതുപോലെ ഈ പള്ളിയിൽ വന്നിരിക്കും, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ജുമാക്ക് കൂടോ അറിയില്ല. അതുകൊണ്ട് പുതിയൊരു കൊല്ലം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ അത് സ്വീകരിക്കണം. എങ്ങനെ? ബിതൗബത്തിൻ, തൗബയോടെ, പശ്ചാത്താപത്തോടെ. അല്ലാഹുവേ, കഴിഞ്ഞ മുഹറത്തിൽ ഞാനുണ്ട്, ദുൽഹിജ്ജയിലും ഞാനുണ്ട്. മുഹറത്തിലേക്ക് ഞാനെത്തി. കഴിഞ്ഞ മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള ദിനങ്ങളിൽ സംഭവിച്ചു പോയ അരുതായ്മകൾ, ചെയ്തു പോയ കൊള്ളരുതായ്മകൾ, അതുപോലെ അനാവശ്യമായ ചിന്തകൾ, അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത്, നീ തന്നത് തിന്നുകൊണ്ടും, നീ തന്നത് കുടിച്ചുകൊണ്ടും, നീ തന്ന സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് അരുതായ്മകൾ അല്ലാഹുവേ പുറത്തു തരണേ, മാപ്പാക്കി തരണേ എന്ന തൗബയോടെ ഈ വരുന്ന വർഷത്തെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ദിക്റുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ട് ഈ വർഷത്തെ ധന്യമാക്കാൻ, അല്ലാഹു തന്ന ആയുസ്സിനെ ചെലവഴിക്കാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗാതുരമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ശിഫക്ക് വേണ്ടി, ശമനത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, നീയാണ് അറിയുന്നവൻ, നീയാണ് ഏറ്റവും ഹൈറായത് നൽകുന്നവൻ. അല്ലാഹുവേ, അവർക്ക് അനുയോജ്യമായ ഹൈറാത്തുകൾ, നന്മകൾ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, തൗബയോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ത്വയ്യിബായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ പ്രകാശിക്കുന്ന മനുഷ്യരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ലിവാഉൽ ഹംദിന് കീഴെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് ആ സ്വർഗ്ഗത്തിലേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു കയറാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് സർവ്വ പാപങ്ങളും മാപ്പാക്കി തന്ന് അല്ലാഹുവേ നല്ലവരിൽ നല്ലവരായി, സ്വാലിഹീങ്ങളായി നിന്റെ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.